ഹലോ സർ. ഇതിനു മുമ്പുള്ള ഒരു ഇന്റർവ്യൂ സെഷനിൽ സാറ് പറയുകയുണ്ടായിരുന്നു 2047 ആകുമ്പോഴത്തേക്കും ഏകദേശം 30 ലാക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് റിക്വയർമെന്റ് ഉണ്ടാകുമെന്ന്. അതായത് ഏകദേശം 1 ലാക്ക് പ്ലസ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇയർലി ക്വാളിഫൈഡ് ആവണം. അതുപോലെ തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ സാറ് പറഞ്ഞായിരുന്നു CMAക്കും CS-നും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇതൊക്കെ തന്നെ ആണെങ്കിലും ഇന്ത്യൻ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിന്റെ ഒരു പാസ് റേറ്റ് നോക്കുകയാണെങ്കിൽ 10 to 20% ആണ് വരുന്നത്. അതെന്തുകൊണ്ടാണ് സർ? ഇന്ത്യൻ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ അത് CA ആവാം, CMA ആവാം, CS ആവാം, അതിൻ്റെ റിഗ്രസ് എക്സാം സ്റ്റാൻഡേർഡ്സിലും അതേപോലെ സ്ട്രിഞ്ചന്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയയുടെ പേരിലും ഫേമസ് ആണ്. പൊതുവെ പറയപ്പെടുന്നത് സിവിൽ സർവീസ് കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമിനേഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എടുക്കുന്നത്. പക്ഷേ ഈ ടോപ്പിക് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു സെഷൻ എടുക്കുന്ന സമയത്ത് ഒരു BCom സ്റ്റുഡൻറ് എന്നോട് ചോദിച്ചൊരു ചോദ്യം കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. ആ കുട്ടിയുടെ ചോദ്യം ഇതായിരുന്നു: സാറേ, ഞങ്ങൾ BCom പഠിക്കുന്ന ഓൾമോസ്റ്റ് സെയിം സബ്ജക്ട്സ് തന്നെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്നത്, എന്നിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ മൾട്ടിപ്പിൾ ടൈംസ് അവരുടെ സാലറി കൂടുതലാണ്. ആ കുട്ടി പറഞ്ഞു ശരിയാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിക്കോട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ടാക്സേഷൻ ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, ഓഡിറ്റിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെയാണ് എവിടെയും പഠിക്കുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടൻസിലും പഠിക്കുന്നത്. പക്ഷേ സാലറി വരുമ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ പോലും ഒരു BCom സ്റ്റുഡൻറ്റിൻ്റെ 5 to 10 ടൈംസ് കൂടുതലാണ് ആർക്ക് കിട്ടുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടിന് കിട്ടുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, BCom പഠിച്ച ഈ സബ്ജക്ട്സ് നമ്മളൊരു ബേസിക് ലെവലിലാണ് പഠിച്ചതെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിലേക്ക് വരുമ്പോൾ ഇൻഡെപ്ത് സ്റ്റഡിയാണ് നടന്നിരിക്കുന്നത്. പിന്നെ ഒരു കമ്പനിയിലേക്ക് വരുമ്പോൾ ഇവരെടുക്കുന്ന റോള് BComകാരൻ്റെ റോളല്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ കോസ്റ്റ് അക്കൗണ്ടന്റോ കമ്പനി സെക്രട്ടറിയോ എടുക്കുന്നത്, അല്ലേ? ശരിയല്ലേ? കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സാണ് ഇവർ. അവരാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. ആക്ച്വലി ഇവരുടെ റോളുകൾ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് റോളാണ് ഒരു കമ്പനിയിൽ ഇവർക്കുള്ളത്. സ്വാഭാവികമായിട്ടും ആ പേയ്മെൻറ്റ് കൂടുതലായിരിക്കും, അല്ലേ? പിന്നെ ഇത് കൂടാതെ ഇവരുടെ ഏരിയയിൽ വരുന്ന ചേഞ്ചസ്, അപ്ഡേറ്റ്സ് റെഗുലറായിട്ട് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കണം. അവർ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് ചിലപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആയിരിക്കാം, വന്ന ചേഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സേഷനോ ലോയിലൊക്കെ വന്നിരിക്കുന്ന ചേഞ്ചസ് ആയിരിക്കാം. അതൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഒരു ഗ്രാജുവേഷൻ, BCom പോലുള്ള ഒരു ഗ്രാജുവേഷൻ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ എത്രയോ സീരിയസ് തലത്തിൽ നിന്ന് വേണം നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിയും കോസ്റ്റ് അക്കൗണ്ടൻസിയും കമ്പനി സെക്രട്ടറിഷിപ്പൊക്കെ പ്രിപ്പയർ ചെയ്യാനെന്നാണ് കാണിക്കുന്നത്. ഞാൻ സാധാരണ സെഷൻ എടുക്കുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്: സാർ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് CA പാസ്സാവാൻ സാധിക്കും അല്ലെങ്കിൽ CMS പാസ്സാവാൻ സാധിക്കും എന്നുള്ളത്. എൻ്റെ ആൻസർ തീർച്ചയായിട്ടും സാധിക്കും. കുറച്ച് കാര്യങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ആദ്യം പറയാനുള്ള പോയിന്റ് പ്രാക്ടീസിനെ പറ്റിയാണ്. നിങ്ങൾ 10th പഠിച്ചപ്പോൾ അല്ലെങ്കിൽ 12th പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി പ്രിപ്പയർ ചെയ്തിരുന്നില്ലേ? ഹോംവർക്ക് ചെയ്തിരുന്നില്ലേ? അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ലേ? എത്ര മോക്ക് എക്സാംസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ 10th അല്ലെങ്കിൽ 12th എക്സാമിനേഷൻ എഴുതിയത്? അവിടെ ഒന്ന് മനസ്സിലാക്കുക, ഈ 10th 12th പാസ് റേറ്റ് അത്ര ഹൈ ആയിരുന്നു. എന്നിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രാക്ടീസ് പലതും നിങ്ങൾ എഴുതി പഠിച്ചു, അല്ലേ? അവിടെ നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞ ഈ 10 to 20% വരുന്ന കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ ഇത് കൂടിയ ഒരു സീരിയസ് അപ്രോച്ച് അല്ലേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവേണ്ടത്? അത് പലപ്പോഴും മിസ്സാവുന്നില്ലേ? രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഷോർട്ട് കട്ടിനെ പറ്റിയാണ്. ഇവർ പഠിക്കുന്ന ചാപ്റ്റേഴ്സിനെ A, B, C ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. A എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, B മീൻസ് മോഡറേറ്റ്, C മീൻസ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ചെയ്യുന്ന തെറ്റൊന്നുമില്ല. ബട്ട് നമ്മുടെ സിലബസിലുള്ള എൻറ്റയർ ടോപ്പിക്കിൽ നമുക്കൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണം. അത് മസ്റ്റാണ്. ഇനി ചില ബിരുദന്മാർ ഇതിനപ്പുറം കിടക്കും. ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കിൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലത് അൺഇമ്പോർട്ടൻ്റ് ആണെന്ന് വെക്കും. ഇത് ചെയ്യരുത്. നമുക്കൊരു ഫെയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം നമ്മുടെ ടോപ്പിക്കിനെ പറ്റി. അതനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം ലാക്ക് ഓഫ് പ്രോപ്പർ റിവിഷൻ ആൻഡ് മോക്ക് എക്സാംസ് ആണ്. നമ്മൾ ഡെയിലി പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. വീക്കെൻഡിൽ ആദ്യത്തെ റിവിഷൻ ആവാം. അത് കഴിഞ്ഞ് നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, എക്സാമിന് മുമ്പ് നമുക്ക് നോർമലി 2 മാസത്തെ സ്റ്റഡി ലീവ് കിട്ടാറില്ലേ? ഈ സമയം പ്രോപ്പർ റിവിഷൻ യൂട്ടിലൈസ് ചെയ്യണം. ഒന്ന് പോരാ, മൾട്ടിപ്പിൾ ടൈംസ്.
അതേപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം സ്റ്റഡി നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണം. അത് വെച്ച് നമുക്ക് വേഗത്തിൽ റിവിഷൻ പോസിബിൾ ആവും. ഈ റിവിഷൻ കഴിഞ്ഞാലോ പ്രോപ്പറായിട്ട് മോക്ക് എക്സാംസ് എഴുതണം. നോർമൽ കേസിൽ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്ത് നോക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ RTPകളുണ്ട്, ഇതൊക്കെ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തണം. എന്തിനാ? നമ്മൾ എഴുതി വെച്ച ആൻസറും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സജസ്റ്റഡ് ആൻസറും നമ്മൾ കമ്പയർ ചെയ്ത് അത് മാച്ച് ആവുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ഈ മോക്ക് എക്സാംസ് എഴുതുന്നതിലൂടെ നമ്മൾ വീക്കായിട്ടുള്ള ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ എക്സാമിന് 1 മാസം മുമ്പൊക്കെയാണ് മോക്ക് എക്സാംസ് എഴുതുന്നതെങ്കിൽ എവിടെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പാസ്സാവാനും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂൾസാണ്. 4ാമത്തെ വലിയ പ്രശ്നമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡിസ്ക്രിമിനേഷനാണ്. ഞാൻ ആദ്യം എന്നെ എക്സാമ്പിളായിട്ട് പറയാം. ഞാൻ CA ഇന്റർമീഡിയറ്റ് പഠിച്ചിരുന്ന സമയത്ത് എപ്പോൾ പഠിക്കാണ്ടിരുന്നാലും ഞാൻ ആദ്യം എടുക്കുന്ന ബുക്ക് കോസ്റ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സേഷൻ ആയിരിക്കാം. കാരണം ആ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമാണ്. കമ്പ്യൂട്ടർ ഞാൻ പരമാവധി സൈഡിലേക്ക് ഒതുക്കി വെക്കുമായിരുന്നു. ഇത് പല കുട്ടികളുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. അവർക്ക് ചിലപ്പോൾ അക്കൗണ്ടൻസി ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിരിക്കാം, മറ്റ് സബ്ജക്ട്സ് നെഗ്ലക്റ്റ് ചെയ്യും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് പേപ്പർ എടുത്താലും ഔട്ട് ഓഫ് 100 മാർക്സിലാണല്ലോ, മിനിമം 40 കിട്ടിയെങ്കിൽ പാസ്സാവുള്ളല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു സബ്ജക്റ്റും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കില്ല. വിത്ത് ഡ്യൂ റെസ്പെക്ട് എല്ലാ സബ്ജക്ട്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. പാസ്സാവാനുള്ള മാർക്കെങ്കിലും നമ്മൾ മേടിച്ചെങ്കിലേ പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. അവസാനമായിട്ട് പറയാനുള്ളത് ഡിസ്കറേജ്മെന്റിനെ പറ്റിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന ഒട്ടുമിക്ക കുട്ടികൾ കേട്ടിരിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കാം: നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുവത്, ഇതിൽ വേണോ, വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ പോരെ? എനിക്ക് ഈ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പേരൻസിനോടൊക്കെ പറയാനുള്ളത്, അവരവരുടെ കരിയറിൽ ഉയരങ്ങൾ കീഴടക്കാൻ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ഇൻ കേസ് 1 or 2 വട്ടം പരാജയപ്പെട്ടാലും കൂടെയുണ്ടെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുക. നാളത്തെ വിന്നേഴ്സായി കരിയറിൽ സക്സസ്ഫുൾ ആയിട്ട് അവർ തിരിച്ചു വരും.